ഇന്ത്യയും അമേരിക്കയും തമ്മിൽ അസ്വാരസ്യങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്ന അന്താരാഷ്ട്ര വിലയിരുത്തലുകളെ പാടെ തള്ളിക്കളഞ്ഞ് ഇന്ത്യയിലെ അമേരിക്കൻ അംബാസിഡറായ സെർജിയോ ഗോർ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്നും ഇതിന് കരുത്തുപകരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ആഴത്തിലുള്ള വ്യക്തിപരമായ സൗഹൃദമാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ആഗോള രാഷ്ട്രീയത്തിൽ വലിയ പ്രാധാന്യമുള്ള ഈ പ്രസ്താവന പുതുവർഷത്തിലെ പുതിയ സമവാക്യങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. പ്രധാനമന്ത്രി മോദിയുടെയും പ്രസിഡന്റ് ട്രംപിന്റെയും നേതൃത്വ ശൈലികളിൽ നിരവധി സാമ്യങ്ങളുണ്ടെന്നും ഗോർ അഭിപ്രായപ്പെട്ടു. ഇരുവരും വേഗത്തിൽ തീരുമാനങ്ങൾ എടുക്കുവാനും ഫലങ്ങൾ കൈവരിക്കാനുമാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നതെന്നും കാര്യങ്ങൾ പൂർത്തിയാക്കുന്നതിൽ ഒരേ രീതിയിൽ ചിന്തിക്കുന്ന നേതാക്കളാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇരുവരും ഫലങ്ങൾ നേരിട്ട് കാണാൻ ആഗ്രഹിക്കുന്നവരാണ്. അതാണ് ഇരുവരുടെയും ബന്ധത്തിന്റെ ശക്തിയെന്ന് ഗോർ കൂട്ടിച്ചേർത്തു. ട്രംപ് ഇന്ത്യയെയും പ്രധാനമന്ത്രി മോദിയെയും ഉയർന്ന ബഹുമാനത്തോടെയാണ് കാണുന്നതെന്നും അംബാസിഡർ വ്യക്തമാക്കി. ഇന്ത്യയോടും ഇന്ത്യയിലെ ജനങ്ങളോടും ട്രംപിന് പ്രത്യേക താല്പര്യമുണ്ടെന്നും ഇന്ത്യയിലേക്കുള്ള ആദ്യ സന്ദർശനത്തിന്റെ ഓർമ്മകൾ അദ്ദേഹം ഇപ്പോഴും പങ്കുവെക്കാറുണ്ടെന്നും ഗോർ പറഞ്ഞു. അടുത്തിടെ വൈറ്റ് ഹൗസിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഞാൻ എപ്പോഴാണ് വീണ്ടും ഇന്ത്യയിലേക്ക് വരുന്നത് എന്ന് ട്രംപ് ചോദിച്ചതായും അദ്ദേഹം വെളിപ്പെടുത്തി. കഴിഞ്ഞ വർഷങ്ങളിലായി നടന്ന ഹൗഡി മോദി നമസ്തേ ട്രംപ് പോലെയുള്ള വൻ പൊതുപരിപാടികളും പ്രതിരോധ വ്യാപാര സാങ്കേതിക മേഖലകളിലെ സഹകരണവും ഇന്ത്യ അമേരിക്ക ബന്ധത്തെ പുതിയ ഉയരത്തിലെത്തിച്ചിട്ടുണ്ട്. വ്യാപാരവും കുടിയേറ്റ നയവും തമ്മിലുള്ള ചില വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും നേതാക്കൾ തമ്മിലുള്ള വ്യക്തിപരമായ അടുപ്പവും തന്ത്രപരമായ താൽപര്യങ്ങളും ബന്ധത്തെ മുന്നോട്ട് നയിക്കുന്ന പ്രധാന ഘടകമായി തുടരുകയാണെന്നാണ് നയതന്ത്ര നിരീക്ഷകരുടെ വിലയിരുത്തൽ.